പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പാലക്കാട് എത്തിയാൽ കൊല്ലംകോട്ട് വരണം. കൊല്ലംകോട്ട് എത്തിയാലോ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണണം. അതൊരു നാട്ടുനടപ്പാ. എന്തായാലും പഴയ സീതാർകുണ്ടൊന്നല്ല കേട്ടോ. സീതാറിലെ വെള്ളച്ചാട്ടം കാണാം. നല്ല സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടേക്ക കാഴ്ച. ഞാനിപ്പോ സീതാർകുണ്ടിന്റെ മെയിൻ വ്യൂവിലുള്ളത്. ഇതാണ് മെയിൻ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇതിലെ നേരെ പോയിട്ടാണ് ഈ സാധനം പോയിട്ടാണ് ഇവിടത്തേക്ക് കണ്ടില്ലേ, ഈ ഒരു ചാട്ടം കണ്ടില്ലേ, ഈ ചാട്ടത്തിലാണ് ഈ കൊല്ലി സീതാകുണ്ട് എന്ന് പറയുന്ന പേര് വന്നത്. അങ്ങനെയാണ് രാമായണ കഥയുമായിട്ടാണ് ഈ സീതാർകുണ്ടിലെ സ്ഥലം. വനവാസകാലത്ത് രാമന്റെയും സീതയുടെയും ഒക്കെ വനവാസകാലത്ത് സീതാദേവി ഇവിടെ വന്ന് അവിടെ ഒരു വെള്ളച്ചാട്ടമുള്ള വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ഇക്ഷുമതിപ്പുഴ എന്നുള്ള പേരിലും അത് സീതാർകുണ്ട് പുഴ അറിയപ്പെടുന്നുണ്ട്. ഈരാറ്റുപേട്ട. അപ്പോൾ ഈരാറ്റുപേട്ടുള്ള കുറേ ആൾക്കാർ ഇതാ കാറിൽ വന്നിട്ടുണ്ട്. സാറിൻ്റെ പേര് സുബേർ. NRI എവിടെ? റിയാദിലാണ്. ഓക്കെ, റിയാദിലുണ്ട്. നമ്മളെ ഫാമിലിയൊക്കെ കുറേ ആൾക്കാർ ദുബായിലും റിയാദിലൊക്കെ ഉണ്ട്. നിങ്ങൾ സാർ ഫ്രണ്ട്സാണ് അല്ലേ? എന്താ പേര്? നസീർ, നാസർ. ഇൻഷാ അല്ലാ. ഞാൻ കുറ്റിച്ചറാണ്, കോഴിക്കോട്. ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടും. അവിടെ അതന്നെ ഫുഡിൽ ആതിഥ്യ മര്യാദത്തിൻ്റെ സ്ഥലമാണ്. ഭക്ഷണപ്രിയരാണ്. അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് ഞാൻ ക്ഷണിക്കാണ്. അപ്പോൾ ടൂറിസ്റ്റ് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചിറ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആദ്യത്തെ വരെ. പാലക്കാട് എത്തിയാൽ കൊല്ലംകോട്ട് വരണം. കൊല്ലംകോട്ട് എത്തിയാലോ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണണം. അതൊരു നാട്ടുനടപ്പാ. എന്തായാലും പഴയ സീതാർകുണ്ടൊന്നല്ല കേട്ടോ. സീതാർകുണ്ട് ആകെ മൊത്തം മാറിയിരിക്കുകയാണ്. കണ്ടില്ലേ, സെറ്റപ്പ് മൊത്തം മാറി. വനംവകുപ്പ് ഏറ്റെടുത്തോടു കൂടി തന്നെ എല്ലാം ഒന്ന് വൃത്തിയായിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പം ചെറിയ ഫീസും കാര്യമുണ്ട്. മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 20 രൂപ, പിന്നെ വിദേശികൾക്ക് 100 രൂപ, ക്യാമറയ്ക്ക് 50 രൂപ, വീഡിയോ ക്യാമറ 150 രൂപ. പക്ഷേ ആ 30 രൂപ കൊടുത്ത് അകത്ത് കയറിയാൽ നല്ല വെള്ളച്ചാട്ടം കാണാം, നല്ല സൗകര്യം. വർക്കിംഗ് ഡേ, വീക്കെൻഡ് ഡേ എന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നിലയിൽ എല്ലാ ദിവസവും അത്യാവശ്യം തിരക്കുണ്ട്. ഓരോ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകും തോറും സൗണ്ട് ഇങ്ങനെ കൂടി വരുന്നു. അത് പണ്ട് ഓർമ്മയില്ലേ? പണ്ട് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ, സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല. കല്ല് കിടച്ചു കഴിഞ്ഞാൽ 2-3 സ്റ്റോൺ ബെഞ്ചും കാര്യങ്ങൾ ഇരിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ സുഖമായിട്ട് റെസ്റ്റോറൻറ്റ്. സീത വന്ന് കുളിച്ചു എന്ന് പറഞ്ഞാൽ സീത വന്ന് കുളിച്ച കാൽപാദം അവിടെ 2 ഉണ്ടായിരുന്നാണ് മാഞ്ഞു പോയി. അവിടെ ഒരു താമരപ്പൂ കുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് സീതാർകുണ്ട്. അത് സന്യാസിക്കുണ്ട്, അത്തിക്കുണ്ട്, ചെള്ളിക്കുണ്ട്, നെല്ലിയാമ്പതി. ഇതാണ് 4 ഘട്ടങ്ങളായിട്ടാണ് ഇവിടുത്തെ. അപ്പൊ നെല്ലിയാമ്പതിയുടെ മലനികൾ വരുന്ന എല്ലാ വെള്ളവും കൂടി ഫോക്കസിങ് ഇതിലാണ് വരിക. മലയപ്പാണ്ടി വേറെ, ഇത് പോത്തുപാറ, പുലിയമ്പാറ അങ്ങനെ വരുന്ന വെള്ളം മൊത്തം ഇതിലെയാണ്. കുറെ മാറി നല്ലോണം മാറി. സാധാരണ ആരും നോക്കാറില്ല, ഒന്നുമില്ല, വരും കുളിക്കുന്നതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. ഇതുവരെയ്ക്ക് നമ്മുടെ എൻട്രി ഉള്ളൂ ഇതുവരെ. അതായത് താഴെ നോക്കും 110 മീറ്റർ, എത്ര 110 മീറ്റർ വരെ വരും എൻട്രി. അതെ. ഫോറസ്റ്റ് മുഴുവൻ കാടാണ്, ചകിരി പറഞ്ഞ. അതെ. അത് വരുന്നത് സന്യാസിക്കുണ്ടാണ്. അപ്പുറം അപ്പൊ അതിക്കുള്ള പ്രവേശനം ഉണ്ടല്ലോ. അല്ല, അത് ഏറ്റവും ടോപ്പല്ലേ? ചെള്ളിക്കുണ്ടെന്നൊക്കെ പറയുന്നത് ഏറ്റവും ടോപ്പാണ്. അതിന് താഴെയാണ് അത്തിക്കുണ്ട്, അതിന് താഴെയാണ് സന്യാസിക്കുണ്ട്. നെല്ലിയാമ്പതി മലയുടെ മുകളിൽ വരുന്ന വെള്ളം അത് പാറക്കെട്ടിലൂടെ ഇങ്ങനെ കുതിച്ച് ഇരമ്പി എത്തുമ്പോൾ നല്ല തണുപ്പ്, കൂടെ നല്ല തണുത്ത കാറ്റും. സീതാർകുണ്ട് അത് വല്ലാത്തൊരു ഫീലാണ്. നല്ല ഐസ് പോലെ ഇരിക്കും. രാമായണ കഥയുമായിട്ടാണ് ഈ സീതാർകുണ്ടിലെ സ്ഥലം. വനവാസകാലത്ത് രാമന്റെയും സീതയുടെയും ഒക്കെ വനവാസകാലത്ത് സീതാദേവി ഇവിടെ വന്ന് അവിടെ ഒരു വെള്ളച്ചാട്ടമുള്ള വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ഇക്ഷുമതിപ്പുഴ എന്നുള്ള പേരിലും അത് സീതാർകുണ്ട് പുഴ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സീത ഈ വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ഗുഹയും മറ്റുമൊക്കെ ഉണ്ട്. ആ ഗുഹയ്ക്കകത്ത് കയറി വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഗുഹകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ജലധാരകളെ കുറിച്ചിട്ടും മറ്റൊക്കെ ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങളും മറ്റുമൊക്കെ മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുമാത്രമല്ല അവിടെ ചില ശിലാരേഖ ചിത്രത്തിൻ്റെ പ്രത്യേകതയും മറ്റുമൊക്കെ ഉണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും പുരാണ കഥകളുമായിട്ടും ഐതിഹ്യമായിട്ടും ചരിത്രപരമായിട്ടും ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് സീതാർകുണ്ട് പുഴ. അത് ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള പോഷക നദിയായിട്ടുള്ള ഇക്ഷുമതിപ്പുഴ, അത് വീരദേവി വംശവുമായിട്ടും ഹേമാങ്ക വംശവുമായിട്ടും മറ്റുമൊക്കെ ഉള്ള അവിടെ ചേര വംശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ആ ഐതിഹ്യങ്ങൾ അതുമായിട്ട് മറ്റൊക്കെ ഉണ്ട്. കശ്യപമുനി തപസ്സനുഷ്ഠിച്ചിട്ടുള്ള പ്രദേശങ്ങളും അപ്പുറത്ത് ഗോവിന്ദ മലയുണ്ട്. അവിടെ ഭക്തർ ഇപ്പോഴും തൈപ്പൂയ സമയങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മറ്റൊക്കെ വന്ന് ആരാധന നടത്തി പോവാറുണ്ട്. അവിടെയും ഒരു ജലധാരയും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തെന്മല മലനിരകളിൽ നിന്ന് പണ്ടത്തെ കൊല്ലിമല എന്നുള്ള പേരിലും വേങ്കടമല എന്നുള്ള പേരിലും ഗോവിന്ദമല എന്നുള്ള പേരിലും അറിയപ്പെടുന്ന ഈ തെന്മലയുടെ മലനിരകളും ജലധാരകളും പുണ്യപുരാണ ആ കാലഘട്ടങ്ങളിൽ നിരവധി ഋഷീശ്വരന്മാർ വന്ന് തപസ്സനുഷ്ഠിക്കുകയും അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഐതിഹ്യങ്ങളൊക്കെ ഈ കശ്യപക്ഷേത്ര മഹാത്മ്യത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായിട്ടൊക്കെ പറയും മറ്റൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പൗരാണിക പ്രസക്തിയും
ചരിത്ര പ്രസക്തിയും വളരെയധികം കൂടുതലാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴക്കാലത്തും മറ്റുമൊക്കെ ഉണ്ടാവുന്നത്. എല്ലാ സമയത്തും കൊടും വേനലിലും ജലധാരകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നത് കൊണ്ട് അടുത്തു നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ എപ്പോഴും ഒരു പെരുന്നീൽ റിവറായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1600 മീറ്റർ മുകൾ ഭാഗത്ത് കിടക്കുന്ന നെല്ലിയാമ്പതി മലനിരകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആനമലയുടെ ഭാഗത്തു നിന്നാണ് ഈ പല നദികളും ഭാരതപ്പുഴയുടെ പോഷക നദികളൊക്കെ ഉത്ഭവിക്കുന്നതും അതിൻ്റെ ആരംഭവും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് ഈ ചുമതിപ്പുഴയും അതേപോലെ തന്നെ പലകപ്പാണ്ടിപ്പുഴയും കൂടിയിട്ട് സംഗമിക്കുന്ന പ്രദേശമുണ്ട്. അതിനുശേഷം അവ ഒഴുകി ഗായത്രിപ്പുഴയായിട്ട് ചേർന്ന് പിന്നെ അത് ഭാരതപ്പുഴയിൽ ലയിക്കുന്ന രീതിക്കാണ്. ഇപ്പോൾ പ്രാചീന പുറയനാടിൻ്റെ ഈ ചുള്ളിയമ്പര എന്ന നദിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള പോഷക നദികളുടെ ഭാഗങ്ങളാണ് നേർക്കാഴ്ചകളുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ്. അതിന് പ്രസക്തി വളരെ കൂടുതലാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ടൂറിസ്റ്റുകൾ ധാരാളം അത് വരാനും കാണാനും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി ഉയരത്തിലാണെന്നുള്ളത് പിന്നെ അത് ഞാൻ പറഞ്ഞു 1600 മീറ്ററാണ് ഈ മലനിരകളുടെ ഉയരം വരുന്നത്. അപ്പം അവിടെ അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറിയ ട്രിബ്യൂട്ടറീസുകൾ പോഷക നദികൾ ഉത്ഭവിച്ച് അതുകൂടി ചേർന്നിട്ടാണ് ഇതായിട്ട് വരുന്നത്. അപ്പോൾ അത് മഴക്കാലത്ത് നിരവധി ചെറിയ ചെറിയ സ്ട്രീംസുകൾ അതിലൂടെ ഒഴുകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സ്ട്രീമാണിത്. മലനിരകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന പല ഭാഗത്തു നിന്നും ഒഴുകി വരുന്ന ഈ ഇതിൻ്റെ ഈ നീരൊഴുക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാനിപ്പോ സീതാർകുണ്ടിന്റെ മെയിൻ വ്യൂവിലുള്ളത്. ഇതാണ് മെയിൻ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇതിന് നേരെ പോയിട്ടാണ് ഈ സാധനം പോയിട്ടാണ് ഇവിടത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഐതിഹ്യമുണ്ട്. രാമന് സീതയും വനവാസത്തിന് വന്നിട്ട് ഇവിടെ കുളിക്കാനുള്ള വെള്ളം കാര്യങ്ങൾ ഇല്ലാത്തതിന് കൊണ്ട് ഒരു പാറിന്റെ മേലെ അമ്പെയ്ത് എന്നാണ് ഐതിഹ്യം. അമ്പെയ്തപ്പോൾ അവിടെ വെള്ളം വന്ന് ആ വെള്ളത്തിലാണ് സീത അംഗശുദ്ധി വരുത്തിയെന്നാണ് പറഞ്ഞു വരുന്നത്. അതിന്റെ ആ കുഴിയാണ് ഈ കാണുന്ന കുഴി. ഇതിൽ കൂടെ വരുന്ന ആ കുഴി ഇവിടെ വെച്ചിട്ടാണ് സീത കുളിച്ചതെന്നാണ് ഐതിഹ്യം. അതിനുശേഷം രാമന് കുളിക്കാൻ വേണ്ടിയിട്ട് അംഗശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് വെള്ളം ഇല്ലാത്തതിനെ കൊണ്ട് വേറെ ഒരു പാറന്റെ മേലെ അമ്പ ചെയ്തു. അങ്ങനെ വന്ന ഒരു കുഴിയാണ് ഈ കുഴി. അങ്ങനെ 2 കുഴിയാണ് ഇപ്പൊ കാര്യമായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഇതിന്റെ ഈ വെള്ളം പോകാനുള്ള ഒഴുക്കിന് വേണ്ടിയിട്ടുള്ള കുറെ പാറകളുടെ ഗ്യാപ്പിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം ഈ ഒരു ചാട്ടം കണ്ടില്ലേ, ഈ ചാട്ടത്തിലാണ് ഈ കുഴി സീതാകുണ്ട് എന്ന് പറയുന്ന പേര് വന്നത്. അങ്ങനെയാണ് വെള്ളച്ചാട്ടം വാട്ടർഫോൾസ് നിലനിൽക്കുന്ന അറിയപ്പെടുന്നത്. ഈ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു വാട്ടർഫോൾസ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ കണ്ടില്ലേ. അങ്ങനെ ആയൊന്നില്ലാന്നാ പറയുന്നത്. പക്ഷെ ഇവിടുന്ന് വെള്ളം നല്ല ഫോഴ്സിലാണ് പോകുന്നത്. അവിടെ കണ്ടില്ലേ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളിയല്ലേ? ഇത് കൊല്ലംകോടാണ് കേട്ടോ. എല്ലാവരും കൊല്ലംകോട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗ്രാമഭംഗികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോരി. അടിപൊളി സ്ഥലം. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.